അവരാരും ദൈവം ഉപേക്ഷിക്കുകയല്ല. കാരണം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതികൂലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചങ്ക് 3 കുട്ടികൾ അവരെന്നോട് വന്ന് പറയും, പക്ഷേ ഊണ് കഴിച്ചോ, നാരങ്ങ വെള്ളം പോലും കുടിക്കാതെയാണ് ഞാൻ ആ ബാനർ കെട്ടിക്കൊണ്ടിരുന്നത്. അന്നേരം എനിക്ക് വയറ് നിറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാ വീട് എന്ന് ചോദിച്ചപ്പോൾ പപ്പ ചെയ്യുന്നു ഈ ഉച്ചയ്ക്ക് വന്ന് 2:30 ആയപ്പോൾ ചോറ് തരണമെങ്കിൽ അവരുടെ വീട്ടിലെ ആസി ഞാൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞ അപ്പച്ചൻ ടാപ്പിക്ക് ജോലിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ആ സാമ്പത്തിക ഇത് മനസ്സിലായി. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ ചോദ്യം എന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആ മോളിൽ ഡോക്ടറായി നമ്മുടെ മധ്യത്തിൽ വന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പ്രിയ ഡോക്ടറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ പ്രൈസ് ദി ലോർഡ്. ഹലോ, യൂത്ത് മീറ്റിംഗ് ഇല്ലേ? എനർജി ഒന്നും ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. PYPAയുടെ സൺഡേ സ്കൂളിൻ്റെ വാർഷിക കൺവെൻഷന് ആനുവൽ മീറ്റിങ്ങിന് എന്നെ ക്ഷണിച്ച സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന സെനൽ പാസ്റ്ററോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിൻ്റെ ഭാരവാഹികളോട് നന്ദി അറിയിക്കുന്നു. ഈ നല്ല സമയത്തിനായിട്ട് കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എനിക്ക് മുന്നിൽ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ എത്തിച്ച എല്ലാറ്റിലും ഉടയവനായ എൻ്റെ പ്രിയപ്പെട്ടവനായ എൻ്റെ യേശുനാഥന്, എൻ്റെ കർത്താവിന് ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രിയ ഭർത്താവ്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരും എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും തുണയായും തണലായും താങ്ങായും വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ഒക്കെ ദൈവം ഉപയോഗിച്ചവരാണ്. എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഈ നല്ല നിമിഷം ഞാൻ നന്ദിയോടെ ഓർക്കുന്ന സമയം വളരെ ചുരുക്കമാണ്, പരിമിതമാണ്. എല്ലാവരും ഈ ഒരു നല്ല ദിവസം ഞാൻ ഒരു ശുഭദിനം കൂടെ ആശംസിച്ചുകൊണ്ട് ദൈവവചന സന്ദേശത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമോസിൻ്റെ പ്രവചന പുസ്തകം പഴയ നിയമത്തിലാണ്. ആമോസ് പ്രവാചകൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ വചന ഭാഗം നമുക്ക് മിക്കവാറും തന്നെ കേൾക്കുകയും പരിചിതവുമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ്. ആമോസ് പ്രവാചകനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്, തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകനായ യൊരോബെയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുന്നേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. ആ വചനങ്ങളിൽ ഒരു ഭാഗമാണ് നാം വായിച്ചത്. ആമോസ് പ്രവാചകനെ കുറിച്ച് അദ്ദേഹം തന്നെ വചനത്തിൽ നിന്ന് നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ശ്രേഷ്ഠരായിട്ടുള്ള ഒരുപാട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാര്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു പ്രധാന സംഭവങ്ങൾക്ക് മധ്യത്തിൽ ഒരു ഇടയനായിട്ടുള്ള വ്യക്തി തനിക്ക് ദൈവത്താൽ ലഭിക്കപ്പെട്ട ദർശനങ്ങളെ, വചനങ്ങളെ രേഖപ്പെടുത്തിയത് പിന്നീട് വേദ പുസ്തകത്തിൽ പ്രവചന പുസ്തകങ്ങളായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു. എടുത്തു പറയത്തക്ക ചരിത്രമോ, എടുത്തു പറയത്തക്ക രാജകീയ ചരിത്രമോ, എടുത്തു പറയാനുള്ള ഒരു റോയൽറ്റിയോ റോയൽ ഫാമിലിയിലോ പെട്ടൊരു വ്യക്തിയല്ല. എടുത്തു പറയത്തക്ക സംഭവങ്ങളോ, എടുത്തു പറയത്തക്ക രീതിയിലുള്ള സ്ഥലങ്ങളിലോ ജനിച്ചൊരു വ്യക്തിയല്ല. എന്നാൽ ദൈവം തന്നോട് സംസാരിച്ചു. അതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം.
അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ദൈവത്തിന് തന്റെ ജനത്തോട് സംസാരിക്കാതെ പ്രവർത്തിക്കാൻ കഴിയുമോ? കഴിയും. ഉറപ്പായിട്ടും ഒരു മനുഷ്യന്റെയും പെർമിഷന്റെ, ഒരു മനുഷ്യനും അനുവാദം കൊടുക്കേണ്ട ആവശ്യം ഈ സകല സൃഷ്ടികളെയും നിർമ്മിച്ച സൃഷ്ടാവായ ദൈവത്തിന് താൻ പ്രവർത്തിക്കാൻ ഒരു മനുഷ്യന്റെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഇവിടെ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുകയാണ്, തന്റെ ദാസന്മാരോട് സംസാരിക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന്. എന്തുകൊണ്ടെന്നുള്ളതിന്റെ ഉത്തരം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, ഉറ്റ സുഹൃത്തുക്കൾക്ക് പരസ്പരം കൈമാറാതെ, പരസ്പരം ഹൃദയം കൈമാറാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ദൈവം തന്നെ സംബോധന ചെയ്തിരിക്കുന്നത്, പിതാവിൽ നിന്ന് ഞാൻ കേട്ടതെല്ലാം, പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചതെല്ലാം, ഒരു മകൻ എന്ന നിലയിൽ വ്യക്തിപരമായി പിതാവിന്റെ ഹൃദയത്തെ അറിഞ്ഞത്, പിതാവിൽ നിന്ന് കേട്ടത്, പിതാവിൽ നിന്ന് സംസാരിക്കുന്നത്, പിതാവിൽ നിന്ന് പ്രാപിച്ചതും മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ ആ പ്രാപിച്ചതെല്ലാം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ ഇനി ദാസന്മാരല്ല. പ്രവാചകൻ അവിടെ പറഞ്ഞു തന്റെ ദാസന്മാരോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല എന്ന്. എന്നാൽ ഇവിടെ യേശു പറഞ്ഞു, എന്റെ ഹൃദയം മുഴുവൻ, സൃഷ്ടാവിന്റെ ഹൃദയം മുഴുവൻ, പിതാവിന്റെ ഹൃദയം മുഴുവൻ നിങ്ങൾ അറിഞ്ഞിരിക്കൊണ്ട് നിങ്ങൾ ഇനി ദാസന്മാരല്ല, നിങ്ങൾ സ്നേഹിതന്മാരാണ്, എന്റെ കൂട്ടുകാരാണ്. നമുക്ക് അങ്ങനെ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞൊരു കൂട്ടുകാരനെ കാണാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 7-ാം വാക്യവും 10-ാം വാക്യവും ഞാൻ വായിക്കുകയാണ്. മോശ കൂടാരമെടുത്ത പാളയത്തിന് പുറത്ത്, പാളയത്തിന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. അതിന്റെ 9-ഉം 10-ഉം വാക്യം, മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്റെ കൂടാരവാതിൽക്കൽ നമസ്കരിച്ചു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഇവിടെ നാം വായിച്ചു, ദൈവത്തിന്റെ സ്നേഹിതനായി മാറിയ മോശ. എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹിതനായിട്ട് മാറിയത്? ദൈവം അങ്ങോട്ട് ക്ഷണിച്ചതാണോ? അല്ല. ഇവിടെ നമുക്കൊരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമാഗമന കൂടാരം ഇസ്രായേൽ ജനത്തിന്, യാക്കോബിന്റെ സന്തതികൾക്ക് മൊത്തത്തിൽ പണിതതാണ്. അതിൽ മോശയും ഉൾപ്പെടും. എവിടെയാണ് അടിച്ചത്? എല്ലാവരും താമസിക്കുന്നതിന്റെ നടുക്കല്ല പാളയം അടിച്ചത്. പാളയത്തിന്റെ പുറത്ത് വളരെ ദൂരത്ത് സമാഗമന കൂടാരം അടിച്ചു. കാരണം ദൈവം വിശുദ്ധനാണ്, അൺഅപ്രോച്ചബിൾ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ആ ജനത്തിന്റെ നടുവിൽ കിടന്നത് കൊണ്ട് ദൈവത്തെ ഒരുപാട് ദൂരെ മാറ്റി പ്ലേസ് ചെയ്തു. ഇന്നും നമുക്കിടയിൽ ഒരു ചിന്താഗതിയുണ്ട്, ദൈവം എനിക്ക് അടുക്കാൻ കഴിയുമോ? എൻ്റെ ജീവിത രീതികളും ശൈലികളും ദൈവത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തുന്നു എന്ന ഒരു തോന്നലുണ്ടാകുമ്പോൾ ഇവിടെ ഇതാ ഒരു മോശ കൂടാരത്തിൽ വീടിനകത്തിരുന്നുകൊണ്ട് ദൂരെ കാണുന്ന ദൈവത്തെ ഒരു ജനസമൂഹം മുഴുവൻ കണ്ടോണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കൂടെ തന്നെ ഈ പാളയത്തിന് വെളിയിൽ കടന്ന ദൂരത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന സമാഗമന കൂടാരത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോൾ അവന് വേണ്ടി മേഘമിറങ്ങി, അവന് വേണ്ടി ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. എങ്ങനെ? അവിടെ തീ വന്നോ കാറ്റ് വന്നോ ദഹിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. വളരെ സ്നേഹത്തോടുകൂടെ എനിക്ക് ദൈവത്തോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ കൂടാരത്തിന്റെ അകത്തേക്ക് കടന്ന വ്യക്തിയോട് ദൈവം അഭിമുഖമായി സംസാരിച്ചു. ഒരു സ്നേഹിതനെ
പറയുന്നു, അവന്റെ വൈകല്യങ്ങൾ പ്രശ്നമല്ലായിരുന്നു. ഇതിനു മുന്നേ ഒരു കൊലപാതകം ചെയ്ത കൊലപാതകയാണ്, അതൊന്നും ഒരു വിഷയമല്ല. അവന്റെ ചരിത്രം അവിടെ വിഷയമല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, സ്നേഹത്തോടെ ദൈവത്തെ കാണണമെന്ന അതിയായ ആഗ്രഹത്തോടെ ആരടുത്തു വരുന്നുവോ അവർക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് എന്റെ കർത്താവ് പറയുന്നു, ഞാനിതാ നിങ്ങളുടെ ഉറ്റ സുഹൃത്തായി, ഉറ്റ സ്നേഹിതനായി അടുത്തു വരുന്ന ഒരു സുഹൃത്ത് ബന്ധം, ഒരു സ്നേഹബന്ധം നിങ്ങളെ തകർത്തു എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. ആര് നിന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതല്ല, എന്താണ് നിന്റെ ചരിത്രം എന്നുള്ളതല്ല, ഇതിനു മുമ്പ് നീ ചെയ്തു വെച്ച പാപം എന്താണെന്നുള്ളതല്ല. അപ്പന്റെ മുന്നിൽ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ അവന് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവ തേജസ് അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അത് നിന്നെ ദഹിപ്പിക്കുവാനല്ല, അത് നിന്നെ ശിക്ഷിക്കുവാനല്ല, അത് നിന്നെ തകർക്കുവാനല്ല, അത് നിന്നെ ഭയപ്പെടുത്തുവാനല്ല, ഭയം ദൂരെ മാറി നിൽക്കുവാനുള്ളതുമല്ല. അഭിമുഖമായി നിന്ന് എന്റെയും നിങ്ങളുടെയും പേര് വിളിക്കുന്ന, സ്നേഹത്തോടെ വിളിക്കുന്ന, നിന്റെ തോളെ കൈവച്ചിരിക്കുന്ന അടുത്ത സുഹൃത്തിനെ പോലെ. അതാണ് ഈ ദൈവത്തിന്റെ സ്നേഹം. അടുത്തതായിട്ട് ആമോസ് പ്രവാചകൻ പറയുന്നു, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. യഹോവ കൽപ്പിച്ചിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു? കാരണം അദ്ദേഹത്തിന് എടുത്തു പറയത്തക്ക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയല്ല. ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ, ചരിത്രം സൃഷ്ടിച്ച വ്യക്തികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഇടയനോട് ദൈവം സംസാരിച്ചു. അപ്പം എന്റെയും നിങ്ങളുടെയും ചരിത്രമല്ല ദൈവത്തിന് വിഷയം. സിംഹം ഗർജിച്ചിരിക്കുന്നു, ഞാൻ ഇനി സംസാരിക്കാതെ പറ്റത്തില്ല. എന്റെ അകത്ത് യഹൂദ ഗോത്രത്തിന്റെ സിംഹം വാഴുന്നു. ആ സിംഹം ഗർജിച്ചാൽ എന്റെ നാക്കും ചലിക്കും. ഞാൻ ആരാണെന്നുള്ളത് വിഷയമല്ല, എന്റെ ചരിത്രം എന്താണെന്നുള്ളത് വിഷയമല്ല. എന്റെ അകത്തൊരു സിംഹമുണ്ട്, ആ സിംഹം ഗർജിച്ചിരിക്കുന്നു. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ഗർജിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് മുന്നിൽ നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നോക്കി എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾ എല്ലാവരും സിംഹങ്ങളാണ്. എങ്ങനെ? ഒരിക്കലും ഒരു സിംഹം പ്രസവിച്ചാൽ ഒരു കഴുതപ്പുലി ഉണ്ടാകത്തില്ല. ഒരു സിംഹം പ്രസവിച്ചാൽ ഒരു കുറുക്കൻ ഉണ്ടാകത്തില്ല. ഒരു സിംഹം പ്രസവിച്ചാൽ ജന്മായ ഉണ്ടാകത്തില്ല. സിംഹത്തിനും മാത്രമേ ജന്മം കൊടുക്കത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് ജനിച്ച നിങ്ങൾ ഓരോരുത്തരും യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ മക്കളാണ്, സിംഹ കുട്ടികളാണ്. നിങ്ങൾ ഗർജിക്കേണ്ട സമയം എടുത്തിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ, ഈ ചരിത്രത്തിൽ അന്ധകാരം വ്യാപരിച്ചു നിൽക്കുമ്പോൾ, അധികാരങ്ങൾ നമുക്കെതിരായിട്ട് നിൽക്കുന്ന അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, മിണ്ടാതിരുന്ന നിശബ്ദമായിട്ട് ഓടി ഒളിക്കുന്ന ഭീരുക്കളെ പോലെ ഇരിക്കുവാനല്ല, എന്റെ അകത്ത് യഹൂദ ഗോത്രത്തിന്റെ സിംഹനായകനുണ്ട്. ഞാൻ അവന്റെ പുത്രനാണ്, ഞാൻ അവന്റെ പുത്രിയാണെങ്കിൽ, ഞാൻ ജനിച്ചിരിക്കുന്നു ദൈവത്തിൽ നിന്നാണെങ്കിൽ ഞാൻ ഗർജിച്ചിരിക്കും. എന്റെ ഗർജനത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യുവാക്കളെ, യുവതികളെ, നിങ്ങൾക്ക് പ്രായപരിധി ഇല്ല, യൗവനത്തിന് പ്രായപരിധി ഇല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് യൗവനത്തിന് ഈ സമൂഹമാണ് പ്രായപരിധി വെച്ചിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ എല്ലാവരും യൗവനക്കാരാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം യൗവനം പുതുക്കി വരുന്നവരാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാവരും യുവാക്കളും യുവതികളും തന്നെയാണ്. നിങ്ങളുടെ പ്രായമല്ല വിഷയം. ഹല്ലേലൂയ. നിങ്ങളുടെ വയസ്സ് ഇവിടെ ഒരു വിഷയമേ അല്ല. നിന്റെയും എന്റെയും യൗവനം കഴുകനെ പോലെ പ്രായമാകുന്നതല്ല, പുതുക്കി വരുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ യൗവന യുക്തിയോടെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മുടെ അകത്ത് നിന്ന് ഒരു ഗർജനത്തിന്റെ ശബ്ദം പുറപ്പെടേണ്ട സമയമായിരിക്കുന്നു. ഇത്രയും നാളും പേടിച്ച് ഒളിച്ചിരുന്ന സമയങ്ങളുടെ, കാലഘട്ടങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ദൈവമകത്ത് ശബ്ദിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കൃത്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്നേഹിതനെ പോലെ എന്റെയും നിങ്ങളുടെയും കാതുകളിൽ ഈ കർത്താവിന്റെ ശബ്ദം മുഴങ്ങുന്നു. ഞാനും നിങ്ങളും ഗർജിക്കേണ്ട, സഭ ഗർജിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. ആർ ഭയപ്പെടാതിരിക്കും? അതെ, ഹല്ലേലൂയ. ഭയപ്പെടുത്തുന്ന ശക്തികളെ നോക്കി, നിരാശകളെ നോക്കി, കടബാധ്യതകളെ നോക്കി, പ്രശ്നങ്ങളെ നോക്കി, എന്നെയും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരെ നോക്കി, സാഹചര്യങ്ങളെ നോക്കി, കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ നോക്കി, സാമ്പത്തിക പ്രശ്നങ്ങളെ നോക്കി അടങ്ങിയിരുന്ന സമയം കഴിഞ്ഞു. ഇനി ആത്മാവ് ഗർജിക്കേണ്ട സമയം എടുത്തിരിക്കുന്നു.
സിംഹകുട്ടികളെ പോലെ, ധൈര്യമുള്ളവരെ പോലെ, ദൈവമക്കളെ പോലെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരെന്നുള്ള ബോധ്യത്തോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അടങ്ങിയിരുന്ന സമയം കഴിഞ്ഞു, ഭയപ്പെട്ടിരുന്ന സമയം കഴിഞ്ഞു, ഇരുട്ടുമുറിയിൽ ഒളിച്ചിരുന്ന സമയം കഴിഞ്ഞു. ഒരു കോവർ കഴുതയെ പോലെ മാറിയിരുന്ന ഭാരങ്ങൾ ചുമന്നുകൊണ്ട് മാറിയിരുന്ന സമയങ്ങൾ കഴിഞ്ഞു. ഈ ഭാരങ്ങളെ കടുത്ത് ദൂരക്കള. ഞാൻ സിംഹത്തിൽ നിന്ന് ജനിച്ച സിംഹകുട്ടിയാണ്. ബാലസിംഹം അലറും. ഇര കിട്ടിയാൽ ഇര പിടിച്ചത് അലറുമെന്ന് ഇതിന് താഴോട്ട് എഴുതിയിട്ടുണ്ട്. ഇര കിട്ടിയാൽ ബാലസിംഹത്തെ അടക്കിയിരുത്താൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നാം ഇര പിടിച്ചു കയറേണ്ട സമയം കഴിഞ്ഞു. യഹൂദയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവൻ പതുങ്ങിയിരിക്കുന്നു, എന്നാൽ സമയമായാൽ അവൻ ഇര പിടിച്ചു കയറും. അത് തന്നെയാണ് യേശുക്രിസ്തു. നിശബ്ദമാക്കപ്പെട്ട എല്ലാത്തിൽ നിന്നും ഒരു സമയം കഴിഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, ഇര പിടിച്ച് കയറിയ ഒരു സമയമുണ്ട്. ഈ അന്ധകാര ശക്തികൾ മുഴുവൻ പാതാളത്തിൽ അടക്കി 3 ദിവസം വെച്ചെങ്കിൽ ഒരു ഗർജന ശബ്ദം 3-ാം ദിവസം മുഴങ്ങി. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പാതാള ശക്തികളെ, നിങ്ങളുടെ ജയം എവിടെ? ആ യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ മക്കളെ ഞാൻ വിളിക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം പുറപ്പെടേണ്ട സമയമായിരിക്കുന്നു. കാഹള ശബ്ദം മുഴങ്ങേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ ആത്മലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല. അനീതി ഉള്ളവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. എന്റെ നിങ്ങളുടെ പ്രശ്നം അതല്ല. ഇതാ കർത്താവ് വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ സഭയും ആത്മാവും പറയുന്നു, വരിക. ആമേൻ. അങ്ങനെയാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വരിക. അതെ എൻ്റെ പ്രിയപ്പെട്ട യൗവനക്കാരെ, വരിക. ഇത് സമയമായിരിക്കുന്നു, ഇത് അന്ത്യകാലമായിരിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാറായിരിക്കുന്നു. എൻ്റെ പ്രിയന്റെ ശബ്ദം ആകാശമേഘങ്ങളിൽ മുഴങ്ങാനായിരിക്കുന്നു. അതൊരു സിംഹത്തിന്റെ ഗർജനമാണ്, നിശബ്ദമായിട്ടുള്ളൊരു വരവല്ല. അത് ലോകശക്തികൾ ഭയപ്പെടുന്ന ശബ്ദമാണ്. അങ്ങനെയെങ്കിൽ അതിനു മുന്നേ സിംഹക്കുട്ടികൾ എന്ന പോലെ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി ഗർജിക്കേണ്ട സമയമായിരിക്കുന്നു. ഒളിച്ചിരുന്ന് അടങ്ങിയിരുന്ന സമയം കഴിഞ്ഞു. ഇനി എഴുന്നേറ്റ് വരിക. ഭയപ്പെടുത്തിയതെല്ലാം എല്ലാ ബോർഡേഴ്സിനും ബ്രേക്ക് ചെയ്തുകൊണ്ട് പറയുക, ഞാൻ ഗർജിക്കേണ്ട സമയം അടങ്ങിയിരിക്കുന്നു. ഞാൻ ഏത് മേഖലയിലാണെന്നുള്ളതല്ല, എന്നെ ഇത്രയും നാളും ഒതുക്കി നിർത്തിയത് എന്താണെന്നുള്ളതല്ല, എന്റെ സമയമായിരിക്കുന്നു. വരിക, വരിക, വരിക. എന്റെ സമയം വന്നിരിക്കുന്നു. ഞാൻ പ്രകാശിക്കേണ്ട സമയം വന്നിരിക്കുന്നു. എന്റെ അകത്ത് ഈ ശബ്ദം മുഴങ്ങുന്നുവെങ്കിൽ ആത്മാവിൽ ഇന്ന് ഈ നിമിഷം കർത്താവിനോട് പറയുക, അപ്പാ ഞാൻ അടുത്തു വരുന്നു. ഒരു സ്നേഹിതനെ പോലെ ഇന്നു മുതൽ എന്നോട് സംസാരിച്ചു തുടങ്ങണം. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ല എന്ന് പറയുന്നവർ, എനിക്ക് ആരുമില്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ ഞാൻ ഒരു ഉറ്റ സുഹൃത്തിനെ, ചതിക്കാത്ത, ഇട്ടിട്ട് പോകാത്ത ഒരു സുഹൃത്തിനെ കാണിച്ചു തരികയാണ്. ഹൃദയങ്ങളെ വെളിപ്പെടുത്തി തരുന്ന, സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ ഹൃദയത്തെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ഒരു സുഹൃത്ത്. ആ സുഹൃത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ വെളിപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്കുള്ള സമയമായിരിക്കുന്നു. ഈ എല്ലാത്തിനെയും ഭയപ്പെട്ടിരുന്ന സമയം മാറിയിട്ട് നിന്റെ അകത്ത് നിന്നൊരു ശബ്ദം പുറപ്പെട്ടാൽ ആർ ഭയപ്പെടാതിരിക്കും? അതെ, ഇന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, ഇന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന കുറ്റപ്പെടുത്തലുകൾക്ക്, ഇന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന അപവാദങ്ങൾക്ക്, അപമാനങ്ങൾക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. നിന്റെ അകത്തെ സിംഹക്കുട്ടി ഗർജിച്ചാൽ അതെല്ലാം ഭയപ്പെട്ടു മാറും, അതെല്ലാം ഒതുങ്ങി മാറും. എന്നെ വിടുവിക്കാൻ ആരുമില്ലെന്ന് പറയണ്ട. നിന്റെ അകത്ത് തന്നെ സിംഹമുണ്ട്. എഴുന്നേറ്റ് ഗർജിച്ചു കൊള്ളുക. നീയാണ് വിജയം കൈവരിക്കേണ്ടത്. ഇതതിനുള്ള സമയമാണ്. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സമയങ്ങൾ, സാഹചര്യങ്ങൾ കർത്താവിനായി വിട്ടുകൊടുക്കുക. യഹൂദ ഗോത്രത്തിന്റെ സിംഹം നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഗർജിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ഇനി ഒരു പരാജയമല്ല. നിങ്ങൾ ശബ്ദിച്ചു തുടങ്ങിയാൽ ഇനി ആർ ഭയപ്പെടാതിരിക്കും? അതിനുള്ള സമയമാണ്. ദൈവം നിങ്ങളെ ഏവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം തന്ന നന്ദി അറിയിച്ചുകൊണ്ട്, സംഘാടകരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു മോട്ടിവേഷൻ മെസ്സേജ്, ഒരു ചലഞ്ചിങ് മെസ്സേജ് നമ്മുടെ മധ്യത്തിൽ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ ആ ലാഘവത്തോടുകൂടെ ഡോക്ടർ
നമ്മുടെ മധ്യത്തിൽ ഡോക്ടർ മീനു ജോസഫ് അവതരിപ്പിക്കാനിടയായി തീർത്തത് പ്രിയമായ നന്ദി അറിയിക്കട്ടെ. വരുന്ന ആളുകളിൽ വളരെ ശക്തമായ രീതിയിൽ ദൈവവേലയ്ക്ക് ഉതകുന്ന ഒരു ദൈവത്തിനിണങ്ങുന്ന ആയുധമായിട്ട് കരങ്ങൾക്ക് ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് വീണ്ടും ആശംസിക്കുകയും പ്രാർത്ഥന ചെയ്യും. ഇനി നമ്മുടെ പ്രത്യേക പ്രോഗ്രാമിലേക്ക്